ഹമാസ് ഭീകര നേതാവ് ഇസ്മയിൽ ഹനിയയെ വധിച്ചതും ഇസ്രയേൽ തന്നെ. ഹനിയയുടെ വധത്തിന് പിന്നിലും സിറിയയിൽ ബാഷർ അൽ അസദിനെ അട്ടിമറിച്ചതും തങ്ങളാണെന്ന് ഇസ്രയേൽ പറഞ്ഞു. യമനിലെ ഹൂതികളുടെ തലയറക്കുമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി പ്രഖ്യാപിച്ചു. തങ്ങൾക്കെതിരെ നിൽക്കുന്ന ഇസ്ലാമിക ഭീകരതയെ തകർക്കുമെന്ന ലക്ഷ്യത്തിൽ ഉറച്ച് മുന്നോട്ട് നീങ്ങുകയാണ് ഇസ്രയേൽ. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി ഭീകര സംഘടനകളുടെ നേതാക്കളെയെല്ലാം ഇസ്രയേൽ ലക്ഷ്യം വെച്ചിരുന്നു. ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസ്രള്ളയെയും ഹമാസ് നേതാവ് യഹിയ സിൻവറിനെയും ഇസ്രയേൽ വധിച്ചു. ഹമാസിന്റെ രാഷ്ട്രീയകാര്യ നേതാവായിരുന്ന ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടെങ്കിലും ഹനിയ വധത്തിലെ പങ്ക് ഇസ്രയേൽ ഇതുവരെയും അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഹനിയയുടെ വധത്തിന് പിന്നിലും തങ്ങളാണെന്ന് പരോക്ഷമായി സമ്മതിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. യമനിലെ ഹൂതികൾക്ക് നൽകിയ മുന്നറിയിപ്പിലാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇക്കാര്യം പറഞ്ഞത്. ഹൂതികളുടെ തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഞങ്ങൾ തകർക്കും, അവരുടെ നേതാക്കളുടെ തലയറക്കും. ഹനിയ, സിൻവർ, നസ്രള്ള എന്നിവരെ ചെയ്തതുപോലെ ടെഹ്റാൻ, ഗാസ, ലബനൻ എന്നിവിടങ്ങൾ എന്ന പോലെ ഹൊദൈദയിലും സനായിലും ഞങ്ങളത് ചെയ്യുമെന്ന് പ്രാദേശിക സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ കാറ്റ്സ് പറഞ്ഞു. ജൂലൈ 31 ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലാണ് ഹനിയെ കൊല്ലപ്പെടുന്നത്. ഗാസയിലെ ഹമാസ് നേതാവായിരുന്ന യഹിയ സിൻവർ ഹനിയയുടെ പിൻഗാമിയായി എത്തി. എന്നാൽ ഒക്ടോബർ 16 തെക്കൻ ഗാസയിൽ സിൻവറിനെ വധിച്ചു. സിൻവറുടെയും നസ്രള്ളയുടെയും മരണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെങ്കിലും ഹനിയയെ വധിച്ചത് തങ്ങളാണെന്ന് ഇസ്രയേൽ സമ്മതിച്ചിട്ടില്ലായിരുന്നു. സിറിയയിലെ ബാഷർ അൽ അസദ് സർക്കാരിനെ അട്ടിമറിച്ച് തിന്മയുടെ അച്ചുതണ്ടിന് ശക്തമായ പ്രഹരമേൽപ്പിച്ചെന്ന് കാറ്റ്സ് പറഞ്ഞു. അച്ചുതണ്ടിൽ അവസാനത്തേതായ യമനിലെ ഹൂതികൾക്കും കനത്ത അടി നൽകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിറിയയിലെ ഇഡ്ലി പ്രവിശ്യയുടെ നിയന്ത്രണം കൈയാളിയിരുന്ന ഹയാ തഹ്രീർ അൽ ഷാമിന്റെ നേതൃത്വത്തിലുള്ള വിമത സംഘങ്ങൾ ഈ മാസം ആദ്യമാണ് അസദിനെ അട്ടിമറിച്ച് സിറിയയുടെ ഭരണം പിടിച്ചത്. ഇസ്രായേലിനെതിരെ ഇറാന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ അച്ചുതണ്ടിന്റെ ഭാഗമാണ് ഹമാസും ഹിസ്ബുള്ളയും ഹൂതികളും അസദും. ഈ സഖ്യത്തെയാണ് തിന്മയുടെ അച്ചുതണ്ടെന്ന് ഇസ്രായേൽ വിളിക്കുന്നത്. ഗാസ യുദ്ധം ആരംഭിച്ചതോടെ ഹിസ്ബുള്ളയും ഹൂതികളും ഇസ്രായേലിന് നേരെ ആക്രമണം ശക്തമാക്കിയിരുന്നു. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതോടെയാണ് യുദ്ധം തുടങ്ങിയത്. അതേസമയം ഇസ്രായേലിൽ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരുടെ ആക്രമണം തുടരുകയാണ്. യമനിൽ നിന്നും ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകളെ ഇസ്രായേൽ തകർത്തു. യുഎസിന്റെ ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റം താഡ് ഉപയോഗിച്ചാണ് ഇസ്രായേൽ മിസൈലുകളെ തകർത്തത്. മിസൈലുകൾ തകർത്തതായി ഇസ്രായേലി സൈന്യം സ്ഥിരീകരിച്ചു. താഡ് മിസൈലുകൾ വിജയകരമായി വിക്ഷേപിച്ചതായി സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേലി മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ഒക്ടോബർ 1 ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തോടെയാണ് ഇസ്രായേൽ താഡ് സംവിധാനം ഉപയോഗിച്ചു തുടങ്ങിയത്. US വികസിപ്പിച്ചെടുത്ത താഡ് സംവിധാനത്തിന് 870 മുതൽ 3000 കിലോമീറ്റർ വരെയുള്ള മിസൈലുകളെ കണ്ടെത്താനാകും. ഗാസയിൽ യുദ്ധം തുടങ്ങിയതു മുതൽ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹൂതികൾ ചെങ്കടലിലൂടെ പോകുന്ന ചരക്കു കപ്പലുകൾക്കും ഇസ്രായേലിനു നേരെയും മിസൈലുകൾ അയക്കുന്നുണ്ട്. കഴിഞ്ഞ 8 ദിവസത്തിനിടെ 5ാം തവണയാണ് ഹൂതി വിമതർ ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. മറുപടിയായി യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ഇസ്രായേലും ആക്രമണം നടത്തുന്നു. ഇസ്രായേൽ സൈന്യം യമനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ മേധാവി ടെഡ്രോസ് എ ഗബ്രിയേസസ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വ്യാഴാഴ്ച യമനിലെ സന എയർപോർട്ടിലായിരുന്നു സംഭവം. സനയിൽ നിന്നും ഫ്ലൈറ്റ് കയറാനൊരുങ്ങുമ്പോൾ വിമാനത്താവളത്തിൽ ബോംബാക്രമണം ഉണ്ടാവുകയായിരുന്നു. സംഭവത്തിൽ UN വിമാന ജീവനക്കാരിൽ ഒരാൾക്ക് പരിക്കേറ്റു. പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതികൾ ഇസ്രായേലിനെതിരെ നിരന്തരം ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിടുന്ന അന്തരീക്ഷത്തിലാണ് സംഭവം. വിമാനത്താവളത്തിൽ ആക്രമണമുണ്ടായ ഉടൻ തന്നെ ടെഡ്രോസിനെയും സഹപ്രവർത്തകരെയും സുരക്ഷാ സ്ഥാനത്തേക്ക് മാറ്റി. അതേസമയം തങ്ങൾ ഹൂതികൾക്കെതിരായ പ്രവർത്തനങ്ങൾ മാത്രമാണ് പദ്ധതിയിട്ടിരിക്കുന്നതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു.